രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആൾ ആചാര മര്യാദയോട് കൂടിയിട്ട് ശിരസ് കുനിച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്തോ വിഴുങ്ങിയതുപോലെയാണ് വാസവൻ തൊട്ടടുത്ത് നിന്നത്. ആ കാഴ്ച കേരളത്തിലെ എല്ലാ മനുഷ്യരും കണ്ടു. വാസവൻ അങ്ങനെ ആചാരം താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള ആളുകൾ ദേവസ്വം വകുപ്പിനെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. അപ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതുവരെ മൗനത്തിലാണ്. ഈ മൗനം തന്നെയാണ് ആഭ്യന്തര വകുപ്പിലേക്കുള്ള ദൂരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചേർന്ന് നിൽക്കാൻ എന്തുകൊണ്ടാണ് പ്രശാന്ത് ആഗ്രഹിച്ചത്? അപ്പൊ പ്രശാന്തിന് കൃത്യമായി ഇതിനകത്ത് റോളുണ്ട്. കാരണം ദേവസ്വം ബോർഡ് ആര് ഭരിച്ചാലും ദേവസ്വം വകുപ്പ് ആര് ഭരിച്ചാലും ഏത് കാര്യവും ഏത് തെറ്റും ദേവഹിതത്തിനെതിരായിട്ട് ചെയ്യാം എന്ന് ആരാണ് സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളത്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പുള്ളത്. ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു നടപടിയെടുക്കാനോ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി = ആഭ്യന്തര വകുപ്പ് എന്ന് പറയേണ്ടി വരും. ചെങ്കോലും കിരീടവും ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ പ്രജകളാണെങ്കിൽ, ഇവിടുത്തെ പൊതുസമൂഹമാണെങ്കിൽ അവരെ വെറും പ്രജകളായിട്ടല്ല കാണേണ്ടത്. അവർ രാജാക്കന്മാരാണ്, ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ്. ആ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, സാധാരണക്കാർ ഉൾപ്പെടെയുള്ള മനുഷ്യർ, അവർ ഈ ചെങ്കോലും കിരീടവും അഴിച്ചു വെപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമസ്കാരം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം, അതിനാണല്ലോ ഒരു സാധ്യത. ഏതായാലും മുന്നണികളെല്ലാം ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളിലേക്കും കടന്നിരിക്കുകയാണ് പ്രതിപക്ഷവും BJPയും ഒക്കെ. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രനാണ്. നമസ്കാരം. നമസ്തേ. സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച സ്പോൺസർ പോറ്റിയിൽ മാത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് വ്യക്തമാണ്. പക്ഷെ അത് എത്തേണ്ട തലങ്ങളിലേക്കൊന്നും എത്തുന്നുമില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അത് ആരൊക്കെയോ സംരക്ഷിക്കാനൊരു നീക്കം നടക്കുന്നില്ലേ അന്വേഷണ സംഘത്തിനിടയിൽ? 2019 മുതൽ 2025 വരെ ആ ശബരിമലയ്ക്കകത്ത് പദവികൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തികൾക്കെല്ലാം തന്നെ ഇതിനകത്ത് റോൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ നിന്ന് ദേവൻ്റെ നമ്മളെല്ലാം തന്നെ ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവൻ്റെ ആ പ്രദേശത്തു നിന്ന്, ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് മാനുവൽ എഴുതിയിട്ടുണ്ട്. മാത്രവുമല്ല, കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ദേവാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പോൾ ദേവീക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന ആചാര സംഹിതയല്ല ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ കാല സമരങ്ങളിൽ നിന്ന്, ഭക്തരുടെ സമരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായ മാനുവലിൽ എഴുതി വച്ചിട്ടുണ്ട്, അവിടെ ഏതെങ്കിലും ഒരു വസ്തു അതിന് പുനർനിർമ്മിക്കണം എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദേവ ആചാരത്തിന് ലംഘനമില്ലാത്ത രീതിയിൽ അവിടെ തന്നെ ആയിരിക്കണം അതിൻ്റെ നിർമ്മാണം നടത്തേണ്ടത് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അറിയാത്തയാളല്ലല്ലോ അവിടുത്തെ മുൻ ദേവസ്വം പ്രസിഡന്റ്. അപ്പോൾ 2019 അവിടുത്തെ ദേവസ്വം പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ ബോർഡ് മെമ്പർമാരും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ദേവൻ്റെ ആചാരം ലംഘിക്കാൻ സാധിക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഈ വസ്തുവകകൾ കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. 2019 മുതൽ 2025 വരെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റുമാർക്കും ഇതിനകത്ത് റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമുക്കറിയാം, പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് FIRൽ തന്നെ പ്രതി ചേർക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു ആദ്യഘട്ടത്തിൽ എനിക്കിതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ, ഞാനൊരു അയ്യോ പാവമാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചതെങ്കിലും അവസാനം കോടതിക്ക് വരെ ബോധ്യപ്പെട്ടു പ്രശാന്തിന് കൃത്യമായിട്ടുള്ള റോള് ഇതിനകത്തുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ജൂലൈ മാസം അഴിച്ചുകൊടുത്ത
ഈ ദേവന്റെ വസ്തുവകകൾ 2 പേര് വന്ന് കൊണ്ടുപോയി എന്നുള്ളത് പുറത്തു വരികയുണ്ടായി. അതിനകത്ത് അത് ട്രാക്ടറിലാണ് കൊണ്ടുപോയതെന്നും കാറിൽ കൊണ്ടുപോകുമ്പോൾ പോലും ആരും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നും യഥാർത്ഥത്തിൽ ഇത് ഭഗവാന്റെ ഈ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് മാനുവൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കെ ഇത് കൃത്യമായി തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോകാതെ 39 ദിവസക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ വെച്ചു എന്നുള്ളതും ദേവസ്വം ബോർഡിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് പ്രശാന്തിനെ അറിഞ്ഞിട്ടും പ്രശാന്ത് ഇതിനെ ലഘൂകരിക്കുന്ന രീതിയിലാണ് ആദ്യ സമയത്ത് സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ പുറത്തു വന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരുവാഭരണ കമ്മീഷണറും വേറൊരാളും കൂടി ഒരുമിച്ച് പോയി എന്ന് പറയുകയും അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ആ അഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്തിനാണ് ബൈജുവിനെ സ്ഥലം മാറ്റിയത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ബൈജു ഇവരുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണോ, ഇവർ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒപ്പിടാത്തത് കൊണ്ടാണോ ബൈജുവിനെ സ്ഥലം മാറ്റിയത് എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു അന്വേഷണം വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രതി, ഇന്ന് ഒളിഞ്ഞിരിക്കുന്ന, ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വില്ലന്മാർ പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ഈ ശബരിമല ശ്രീകോവിലിന് മുൻപിലെ ലോഹഭാഗങ്ങൾ, അത് സ്വർണമോ ചെമ്പോ എന്തുമാവട്ടെ, അത് അഴിച്ചെടുത്ത് കൃത്യം 39 ദിവസങ്ങൾ കയ്യിൽ വെച്ചാണ് ചെന്നൈയിൽ എത്തിക്കുന്നത്. മറ്റൊന്ന്, ഈ ലോഹപാളികൾ പലരുടെയും വീടുകളിൽ കൊണ്ടുപോയി വെക്കുന്നു, അവിടെ പൂജ നടത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്തു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതൊക്കെ വലിയ ആചാര ലംഘനമല്ലേ? അതൊക്കെ BJP ഇപ്പോഴായിരിക്കും അത് അറിഞ്ഞത്, ഈ വിഷയത്തിലേക്ക് വന്നപ്പോഴായിരിക്കും. അതിനോട് എങ്ങനെയാണ് BJPയുടെ ഒരു പ്രതിഷേധം? എങ്ങനെയാണ്? വലിയ ആചാര ലംഘനം തന്നെയാണ് നടന്നത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മാത്രമല്ല, ശബരിമലയിൽ അയ്യപ്പനെ കുറിച്ച് ഓർക്കുന്ന, അയ്യപ്പനെ ഒരു പ്രത്യേക വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം കണ്ടാൽ മതി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അയ്യപ്പനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആചാരത്തിന് വേണ്ടി ദിവസവും ആചാര ലംഘനം നടക്കുമ്പോൾ വേദനയോടുകൂടി കരഞ്ഞിട്ടുള്ള മുഴുവൻ ഭക്തരുടെ മുന്നിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മൂടുപടവുമില്ലാതെ ഈ കള്ളന്മാരുടെ ചെയ്തികൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള കൈക്കടത്തലിനെ കുറിച്ച് ഈ ചെങ്കോലും കിരീടവും അഴിച്ചു വെക്കാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിനും പ്രാപ്തി ഉണ്ടാകും എന്നുള്ള പോയിന്റ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, 6 വർഷം മുമ്പ് നടന്ന ഈ ആചാര ലംഘനം അത് അന്നത്തെ ബോർഡ് അറിഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ തന്നെ ഇപ്പോൾ പറയുകയുണ്ടായി, പത്മകുമാർ അറിയാതെയൊന്നും അതൊന്നും നടക്കില്ല എന്ന് ഉറപ്പാണ്. പോറ്റിക്ക്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ ഈ പ്രദർശനവും പൂജയും ഒക്കെ നടത്തിയപ്പോൾ 39 ദിവസത്തോളം അത് കൊണ്ടു നടന്നപ്പോൾ പല സാമ്പത്തിക ലാഭങ്ങളും ഉണ്ടായിട്ടുമുണ്ടാവാം. അതൊന്നും ബോർഡോ സർക്കാരോ അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാനാവില്ല. അത് 2019 കാര്യം. പിന്നീട് ഈ 2024-25 സമയത്തേക്ക് അപ്പോഴാണോ പ്രശാന്തിന് ഉത്തരവാദിത്വം വരുന്നത്. പ്രശാന്ത് പറയുന്നത് നേരത്തെ കാര്യം എനിക്കറിയില്ല, ഞാനായിരുന്നില്ല എന്നാണ് പറയുന്നത്. വീണ്ടും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ച് ഇതേ ഘട്ടങ്ങളിലൂടെ തന്നെയാണ് പ്രശാന്തും പോയത്. അപ്പോൾ പിന്നെ പ്രശാന്തിന് മാറി നിൽക്കാനാവില്ല. അല്ല, പ്രശാന്ത് കൃത്യമായി ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പ്രശാന്തിന് കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും പ്രശാന്തിനെ നിയന്ത്രിച്ചത് ആരായിരുന്നു, ഏത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു, പഴയ കടകംപള്ളി ആയിരുന്നുവോ അതോ ഇപ്പോഴത്തെ വാസവനായിരുന്നുവോ എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയല്ല. എല്ലാ ഭക്തരുടെയും മനസ്സ് വേദനിപ്പിക്കുകയും ഇത്തരമൊരു സമീപനം 51 മഹാക്ഷേത്രങ്ങളിലും നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച്, നടന്നിട്ടുണ്ടാകാം എന്നുള്ള ചർച്ചയിലേക്ക് ഈ കേരളത്തെ എത്തിച്ചതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഇതുപോലെയുള്ള ആളുകളാണ്. പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ. പഴയ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അനുജൻ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പഴയ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്യാത്ത ആളുകളല്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർ ഇങ്ങനെയാണ്, അവർ വെളുക്കച്ചിരിക്കും, അവർ വെളുക്കെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചിരിക്കാൻ ഒരല്പം മടിയുണ്ടെങ്കിലും അവർ കൃത്യതയോട് കൂടിയിട്ട് ഗൂഢാലോചന പ്ലാൻ ചെയ്യും. ഈ വ്യത്യാസം മാത്രമേ രണ്ടു കൂട്ടരും തമ്മിലുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സോണിയ മാഡത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രബലമായിരിക്കുന്ന സമയത്തല്ലേ ഇന്ത്യയിലെ പുരാതനമായിട്ടുള്ള എത്രയെത്ര വിഗ്രഹങ്ങൾ നാട് കടന്നുപോയി, അതിനെക്കുറിച്ചുള്ള അന്വേഷണവും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വന്നല്ലോ. അപ്പോൾ രാജ്യവ്യാപകമായി എത്രയോ പുരാതന വിഗ്രഹങ്ങളും പുരാതന വസ്തുക്കളും പുറത്തേക്ക് പോയെന്നും
ആ ചർച്ചകൾ നടന്ന് പാർലമെന്റിൽ വരെ ആ വിഷയം ഉന്നയിക്കപ്പെട്ട കാലാംശത്തിൽ ശ്രീമാൻ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും ഒക്കെ ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താണ്, ഇവിടെ ചെറിയൊരു അമ്പലമല്ലേ അല്ലെങ്കിൽ ചെറിയൊരു ക്ഷേത്രമല്ലേ എന്നൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ ശബരിമല ആചാര ലംഘനം നടന്ന സമയത്ത് അവർ വഴിയിലിറങ്ങാതിരുന്നത്, അവർ തെരുവിൽ പ്രതിഷേധിക്കാതിരുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും ഭക്തരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാം റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഏതായാലും ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു SIT ടീമിനെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്, അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സർക്കാരിൻ്റെ പോലീസിനെ തന്നെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, അവർക്ക് പരിമിതികളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികളിലേക്ക് എത്തുമോ എന്ന് പൊതുജനം അന്വേഷിക്കുന്നത്. അത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ അത് അറിയിക്കേണ്ട ആളുകൾ ഇവിടെയുള്ള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ജനപ്രതിനിധികളൊക്കെയാണ് അത് അറിയിക്കേണ്ടത്. അന്ന് ശബരിമല പ്രക്ഷോഭ സമയത്ത് നമുക്കങ്ങനെ ജനപ്രതിനിധികളില്ല BJPക്ക് ഇവിടെ. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് 2 മന്ത്രിമാരുണ്ട്, അവർ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടാവും എന്നാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നത്. അല്ല, കേന്ദ്ര ഏജൻസി ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. ഞങ്ങൾ നടത്തുന്ന സമരം എന്ന് പറയുന്നത് അത് ഉണ്ടാകണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകണം. അതിൽ നിന്ന് ഒളിച്ചോടാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നാളിതുവരെ ഈ സമരവുമായിട്ട് പൊതുനിരത്തിലുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യം അത് ഈ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം, ഞങ്ങളുടെ ആവശ്യം എന്നുള്ളതല്ല, പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും മുട്ടുമടക്കേണ്ടി വരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരിക്കില്ല പെടുക. എങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചു? ദേവസ്വം ബോർഡിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഈ വസ്തുവകകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഏതാണ്ട് 39 ദിവസം ഈ വസ്തുവകകൾ പലയിടങ്ങളിലും കൊണ്ടു നടന്നതിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷനിൽ എത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് മിസ്റ്റർ പ്രശാന്ത് ഈ കുറ്റവാളികളെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കാരണം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചേർന്ന് നിൽക്കാൻ എന്തുകൊണ്ടാണ് പ്രശാന്ത് ആഗ്രഹിച്ചത്? അപ്പോൾ പ്രശാന്തിന് കൃത്യമായി ഇതിനകത്ത് റോളുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം തിരുവിതാംകൂറിൻ്റെ ഉദ്യോഗസ്ഥനും ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഭക്തന്മാരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മിസ്റ്റർ കുമാർ അദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ച കാണാനിടയായി. ആ ചർച്ചയിൽ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഭഗവാന്റെ വസ്തുവകകൾ കൊണ്ടുപോയ സമയത്ത് ഇത് ചെമ്പായിരുന്നുവോ സ്വർണമായിരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് പോലും അവിടുത്തെ ഉദ്യോഗസ്ഥന് ഉത്തരം പറയാൻ സാധിച്ചില്ല. പിന്നീട് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പോകുമ്പോൾ, അതായത് നിങ്ങൾ പോയ സമയത്ത് നിങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ എന്തു ചെയ്തു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ദിവസം താമസിച്ചു. ഇത് ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള കാര്യമാണ് പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെ. അപ്പോൾ ആ ഏറ്റെടുക്കുന്ന സമയത്ത് എന്ത് നടന്നെന്നോ ആരിൽ നിന്നാണ് ഇത് ഏറ്റെടുക്കുന്നത് എന്നോ അറിയാതെ രഹസ്യമായിട്ട് 2 പേർ പോവുക, അവിടെ കുറച്ച് ദിവസം താമസിക്കുക, അത് ഏറ്റെടുത്തു കൊണ്ടുവരിക. പക്ഷെ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടില്ലേ? ദേവന്റെ മുതൽ അത് കൊണ്ടുപോവുകയും അതിനെ ക്രയവിക്രയം ചെയ്യുകയും ചെയ്തതിനു ശേഷം പിന്നീട് തിരിച്ചു കൊണ്ടുവന്നത് എന്താണ്? അത് തൊണ്ടി മുതലാണോ? അത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം, ഭക്തർക്കറിയണം. അത് തൊണ്ടി മുതലാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ബോധ്യം വരേണ്ടത്? അതിനെക്കുറിച്ച് കോടതിയിലൂടെ മാത്രമല്ല വിശദമായിട്ടുള്ള ഒരു അന്വേഷണം BJP അതാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ, ദേവസ്വം വകുപ്പ് മന്ത്രിമാർ, അതിനും അപ്പുറത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി വരെ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിനെ ചുമതലയിൽ നിന്ന് മാറ്റാതെ ഭയപ്പെട്ടു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആ കാരണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. പ്രതിപക്ഷം അത് ബോധ്യപ്പെടുത്താൻ തയ്യാറല്ല. ഞങ്ങൾ ആ റോൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു CBI അന്വേഷണം വരണമെന്നും 2019 മുതൽ 2024 ഈ 25 നമ്മൾ ചർച്ച ചെയ്യുന്നത് വരെയുള്ള ദിവസങ്ങളിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പരിശോധന നടത്തണം എന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം എന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. സംസ്ഥാന പ്രസിഡന്റ് ഹോം മിനിസ്റ്റർ അമിത്ഷാജിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സകല വിവരങ്ങളെക്കുറിച്ചും ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണമെന്നും അതിനാവശ്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുമാണ് ഞങ്ങൾ
പറഞ്ഞിട്ടുള്ളത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഏറ്റവും ഒടുവിൽ ഈ ശബരിമല ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട ഈ കവർച്ചയുമായി പുറത്തു വരുന്നൊരു വിവരം, ഈ ശില്പങ്ങളിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷനിൽ വേർതിരിച്ചെടുത്ത സ്വർണ്ണമുണ്ടല്ലോ, അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ വിറ്റു എന്നാണ് വിവരം. അത് ബെല്ലാരിയിലൊരു സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് വിറ്റത് എന്ന് വരെ പുറത്തു വന്നിരിക്കുകയാണ് വിവരങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതിനനുസരിച്ചുകൊണ്ട് ഒരിക്കലും കേരളത്തിന്റെ പൊതുസമൂഹം ആ വഴിക്ക് മാത്രം പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വിഷയത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അറിയാതെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇത്ര ഒരു നിഷ്ക്രിയത്വത്തോടു കൂടി വ്യവഹരിക്കാൻ കേരളത്തിൽ സാധ്യമല്ല. അപ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതുവരെ മൗനത്തിലാണ്. ഈ മൗനം തന്നെയാണ് ആഭ്യന്തര വകുപ്പിലേക്കുള്ള ദൂരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യണം എന്ന് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടും ഈ രണ്ടു പേരെ കൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്താൻ ഉദ്യോഗസ്ഥന്മാർ ഒരു അന്വേഷണത്തിന് എന്തുകൊണ്ട് ഈ മന്ത്രിയെ വിളിച്ചു വരുത്തുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ കേസെടുക്കുന്നില്ല? രണ്ട് വകുപ്പ് മന്ത്രിമാർ, ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രിയും മുൻപത്തെ വകുപ്പ് മന്ത്രിയും, രണ്ടുപേരും, അത് ശ്രീമാൻ വാസവനാണെങ്കിലും കടകംപള്ളി ആണെങ്കിലും രണ്ടുപേരെയും ചോദ്യം ചെയ്യേണ്ടതായിരുന്നില്ലേ കേരളത്തിന്റെ അന്വേഷണ സംഘം എന്നുള്ളത് മുഴുവൻ മനുഷ്യരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് തടയായി നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയാണ് എന്ന് പലപ്പോഴും ശഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇഷ്ടമുള്ള കേരളത്തിൻ്റെ എല്ലാവരുടെയും ഭാഗ്യക്കേട് കൊണ്ട് എന്നേ ഞാൻ പറയൂ. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി കേരള ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് കൊണ്ട് ഈ തീവെട്ടിക്കൊള്ള അത് മൂടിവെക്കാം എന്നുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സന്തോഷം നോക്കിക്കാണാൻ സാധിക്കുന്നത്, സ്വമേധയാ വീണ്ടും ഒരു കേസെടുക്കാൻ വേണ്ടിയിട്ടും വീണ്ടും ഒരു റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ആളുകൾ അതിനകത്തേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് കേരളം കടന്ന് ഭഗവാന്റെ ഉരുപ്പടികൾ പുറത്തേക്ക് പോയിട്ടുള്ളൊരു കേസാണ്. അപ്പം കേരളത്തിനകത്തുള്ള പോലീസ് അധികാരികൾ മാത്രം വിചാരിച്ചാൽ ഇതിലെ കളവ് നടത്തിയവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടും ഉന്നതന്മാർക്ക് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടും ഇന്ത്യയുടെ രാഷ്ട്രപതി വന്ന് ആചാരമര്യാദയോട് കൂടിയിട്ട്, രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആൾ ആചാരമര്യാദയോട് കൂടിയിട്ട് ശിരസ് കുനിച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്തോ വിഴുങ്ങിയതുപോലെയാണ് വാസവൻ തൊട്ടടുത്ത് നിന്നത്. ആ കാഴ്ച കേരളത്തിലെ എല്ലാ മനുഷ്യരും കണ്ടു. വാസവൻ അങ്ങനെ ആചാരം താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള ആളുകൾ ദേവസ്വം വകുപ്പിനെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. നാളെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനമെടുത്തു വന്നിരിക്കട്ടെ, ഇവിടെ ഒരു നയ പൈസ പോലും ഇനി ദേവസ്വം വകുപ്പിന്റെ അമ്പലങ്ങളിൽ നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മനുഷ്യരുടെ മനസ്സ്, ഭക്തരുടെ മനസ്സ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭഗവാനെ താല്പര്യമില്ലാത്ത, ഭഗവാന്റെ തീർത്ഥം താല്പര്യമില്ലാത്ത, ഭഗവാന്റെ പൂജാവിധികളെ കുറിച്ച് എനിക്ക് അറിയണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ആളുകൾ, ആചാരലംഘകരായിട്ടുള്ള മനുഷ്യർ ഇങ്ങനെ എന്തിനാണ് ശബരിമലയെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ജനം ഏറ്റെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞകാല ശബരിമല പ്രക്ഷോഭത്തിൽ ഞങ്ങൾക്കത് അനുഭവമുണ്ട്. എന്താണോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പ്രസ്ഥാനം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞത്, ആ കാര്യങ്ങളിലൂടെ ഇവിടുത്തെ ഭക്തർ യാത്ര ചെയ്തിട്ടുണ്ട്. അവസാനം ഞങ്ങൾ തന്നെ പറയേണ്ടി വന്നു, നിത്യനിദാനത്തിന് നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ, എണ്ണ വാങ്ങാൻ ഗതിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ പോലും കഞ്ഞികൂടി മുട്ടിപ്പോകും എന്നുള്ളത് കൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് തന്നെ തിരിച്ചു പറയേണ്ടി വന്നു, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൈസ ഇടുന്ന വീണ്ടും നിങ്ങൾ അവിടെ പൂജാവിധികൾ നടത്തണം എന്ന് പറയേണ്ട സാഹചര്യം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായി. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, ഇത് ഭഗവാന്റെ ഇടമാണ്. വിശ്വാസമില്ലാത്ത യുക്തിവാദികൾക്ക്, ചാർവാകന് പോലും, ചാർവാക മതത്തെ അംഗീകാരം കൊടുത്തുകൊണ്ട് ചാർവാകനെ പോലും ഋഷിയായി കണക്കാക്കിയിട്ടുള്ളവരുടെ നാടാണ് ഈ ഭാരതം. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളുടെ ഇടയിലേക്ക് വരണ്ട, നിങ്ങൾ മാറി നിൽക്കണം. വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് ദേവസ്വം ഭരിക്കാൻ അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ അത് എന്തായാലും ജനങ്ങൾ തീരുമാനമെടുക്കും. കാരണം വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത്
ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റിനോട് കിടപിടിക്കുന്ന രീതിയിൽ, ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണമുണ്ടാകും. അന്ന് എങ്ങനെയാണ് ദേവനെയും ദേവിയെയും നോക്കേണ്ടത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഭക്തയാണ് ഞാൻ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ശബരിമല പ്രക്ഷോഭകാലത്തെ BJPയുടെ ഇടപെടൽ പറയുകയുണ്ടായല്ലോ, അത് കണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം ലഭിച്ചത് BJPക്ക് അല്ല പിന്നെ വന്ന തെരഞ്ഞെടുപ്പിലൊന്നും. ഇപ്പോഴും BJP പ്രതീക്ഷിക്കുന്നു ഈ കാര്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടപെടുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ഈ വിഷയം തന്നെയായിരിക്കും കൂടുതലും മുന്നിട്ട് നിൽക്കുക. പക്ഷേ അത് എത്ര കണ്ട് BJPക്ക് ഗുണം ചെയ്യും? അതിൽ എങ്ങനെയാണ് താങ്കളൊരു നിരീക്ഷണം എങ്ങനെയാണ്? പ്രത്യേകിച്ചും കേന്ദ്രം എങ്ങനെയാണ് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച അത് നോക്കിക്കാണുന്നത്? കേന്ദ്രത്തിന് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവല്ലോ, രാഷ്ട്രപതി വരെ വന്നതാണ്, ദ്വാരപാലക ശില്പത്തിന് മുന്നിൽ നിന്ന് അവരത് വീക്ഷിച്ചതുമാണ്. അവർക്കും അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, അവരൊക്കെ നോക്കി പോയതാണ്. കേന്ദ്ര സർക്കാരിനും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞതുമാണ്. എങ്ങനെയാണ് ഒരു CBI അന്വേഷണം എന്ന് പറയുന്നത്? കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ അതിലേക്ക് കടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയായിരിക്കും ഇനി അക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ? അല്ല, ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ഏതാനും ചില വോട്ടുകൾ കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ടല്ല ഞങ്ങൾ ശബരിമല വിഷയത്തെ നോക്കിക്കണ്ടതും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ സമര പോരാട്ടവുമായി കേരളത്തിലെ തെരുവീതിയിലിറങ്ങിയതും. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയല്ലല്ലോ വേണ്ടത്. ഞങ്ങൾ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ആരാണ്? കേരളത്തിൻ്റെ നിയമസഭയാണ് ആവശ്യപ്പെടേണ്ടത്. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് ആവശ്യപ്പെടേണ്ടത്. കാരണം നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ഒന്നുകിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ആവശ്യം ഉന്നയിക്കാനുള്ള ആർജവം ഉണ്ടാകണം. CBI അന്വേഷണം വരണം എന്ന് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ആർജവം കാണിക്കാത്ത മുഖ്യമന്ത്രിയെ കൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷം നിയമസഭ നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. മറ്റൊന്ന്, ഇതേപോലെ തന്നെ ശബരിമല കത്തി നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ വിഷയമുണ്ടായ സമയത്തും ഒരു ചോദ്യം പോലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ CBI വരുന്നില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്ര തവണ എണീറ്റു നിന്നു എന്നുള്ളതും കേരളത്തിൻ്റെ പൊതുസമൂഹം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം ഗതികേട് കൊണ്ട് ഞങ്ങൾ സമരം നടത്തുകയും ഞങ്ങളോടൊപ്പം ഭക്തർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് യാത്ര ചെയ്യുകയും ഞങ്ങളുടെ മുൻകാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് ശബരിമല പ്രക്ഷോഭത്തെ അതിനിശിതമായ രീതിയിൽ ഞങ്ങൾ ഇവരെ വിമർശിച്ചുകൊണ്ട് തെരുവിലിറങ്ങുകയും ജനങ്ങൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഡസൻ കണക്കിന് കേസുകൾ ചാർത്തി കിട്ടുകയും ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിൽ പോവുകയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ 11 ദിവസവും അതുപോലെ തന്നെ 12 ദിവസവും ഉൾപ്പെടെ നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ഒരു മാസക്കാലത്തോളം റോഡിൽ അമ്മമാർ വെച്ചൊരുക്കി തരുന്ന കഞ്ഞി കുടിച്ചുകൊണ്ട് ഞങ്ങൾ കോന്നിയിലും റാന്നിയിലും ഒക്കെ ഞങ്ങൾ നടക്കുകയും ചെയ്തത് ഈ സമൂഹത്തിൽ ഭക്തിയോട് കൂടിയിട്ടാണ്. ഞങ്ങൾക്കിത് രാഷ്ട്രീയ നേട്ടമായിരുന്നില്ല. നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞു ഇത് കോൺഗ്രസിന് തീർച്ചയായിട്ടും ശരിയാണ്. ഞങ്ങൾ നടത്തുന്ന പല പ്രക്ഷോഭങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നടത്തുകയും അതിനകത്ത് വോട്ട് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോഴല്ലല്ലോ അവർ ഈ യാത്ര നടത്തേണ്ടത്. കഴിഞ്ഞ ശബരിമല സമയത്ത് സ്ത്രീകൾ ആചാരലംഘനം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ആ സമയത്ത് ഒരു പദയാത്ര നടത്താൻ സാധിക്കാത്ത, ആ സമയത്ത് റോഡിൽ ഇറങ്ങാൻ സാധിക്കാത്ത, ആ സമയത്ത് ഒരു 10 കേസിൽ പോലും പ്രതിയാകാൻ സാധിക്കാത്ത ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമുണ്ടല്ലോ, ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അന്ന് അത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യാൻ സാധിച്ചു? കാരണം അവർക്ക് ഇതിനകത്ത് അവർ കാണുന്നത് രാഷ്ട്രീയ ലാഭമാണെങ്കിൽ പൊതുസമൂഹം പഴയ പോലെ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു BJPയുടെ നേതാവ് പറഞ്ഞാൽ CBI അന്വേഷണം നടത്തിക്കാൻ സാധിക്കില്ലല്ലോ. ആരാ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് മുഖ്യമന്ത്രി പറയണം, അതല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. മുൻകാലത്ത് ശബരിമല പ്രക്ഷോഭമൊന്നും ഉണ്ടാവുന്ന കാലത്ത് നമുക്കൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ല അവിടെ കാര്യങ്ങൾ പറയാൻ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇവിടെ നിന്ന് 2 മന്ത്രിമാരുണ്ട്, അവർക്ക് പറയാമല്ലോ കാര്യങ്ങൾ. അല്ല, 2 മന്ത്രിമാരും വ്യക്തമായ രീതിയിൽ കേരളത്തിൽ നടന്ന ഈ തീവട്ടിക്കൊള്ളയെക്കുറിച്ച് പരാമർശിക്കുകയും പ്രത്യേക സമയമെടുത്തുകൊണ്ട് ഉന്നതരായിട്ടുള്ള വകുപ്പ് മന്ത്രിമാരെ കാണുകയും
അവർ ചെയ്യേണ്ട എല്ലാ ഡ്യൂട്ടിയും അവർ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായും ഹോം മിനിസ്റ്ററുമായും പോലും ഈ 2 വകുപ്പ് മന്ത്രിമാരും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പരിമിതമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരറിവ്. ഈ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് അയ്യപ്പന് നിരക്കാത്ത ഇടപെടലുകൾ ഉണ്ടായി എന്നത് വ്യക്തമാണ്, അത് തർക്കമൊന്നുമില്ല. എന്നിട്ടും 2025 ഈ ശില്പപാളികൾ സ്വർണം പൂശാൻ വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കുകയാണ്. 19-ലും 25-ലും ബോർഡ് അധ്യക്ഷനിലും അതുപോലെ ഭരണസമിതിയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഭരണം അന്നും CPM തന്നെയാണ്, ഇന്നും CPM തന്നെയാണ്. ഈ 19 ആയാലും 25 ആയാലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ വലിയ തലത്തിൽ അയാൾക്ക് കൂട്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ നടന്നത്? അല്ല, ഇതിന് ഉത്തരം പറയേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം ദേവസ്വം ബോർഡ് ആര് ഭരിച്ചാലും, ദേവസ്വം വകുപ്പ് ആര് ഭരിച്ചാലും, ഏത് കാര്യവും ഏത് തെറ്റും ദേവഹിതത്തിനെതിരായിട്ട് ചെയ്യാം എന്ന് ആരാണ് സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളത്? അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പുള്ളത്. അന്നും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായി, ഇന്നും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായി. ആളുകൾ ഉള്ളു നൊന്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു നടപടിയെടുക്കാനോ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈസ് ഈക്വൽ ടു ആഭ്യന്തര വകുപ്പ് എന്ന് പറയേണ്ടി വരും. അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. നേരത്തെ ചോദിച്ചല്ലോ, ഈ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി നേരത്തെ. ചെങ്കോലും കിരീടവും ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ പ്രജകളാണെങ്കിൽ, ഇവിടുത്തെ പൊതുസമൂഹമാണെങ്കിൽ അവരെ വെറും പ്രജകളായിട്ടല്ല കാണേണ്ടത്. അവർ രാജാക്കന്മാരാണ്, ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണ്. ആ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, സാധാരണക്കാർ ഉൾപ്പെടെയുള്ള മനുഷ്യർ, അവർ ഈ ചെങ്കോലും കിരീടവും അഴിച്ചു വെപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് അയ്യപ്പന്റെ രീതിയിൽ ഇപ്പൊ സംഗമം നടത്തിയല്ലോ. പക്ഷേ ഈ ചെങ്കോലും കിരീടവും അണിഞ്ഞ ആളുകൾ തന്നെയാണ് അവർ, ശരിയാണ്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ SIT അന്വേഷണം അത് ദേവസ്വം ബോർഡിൽ എത്തി നിൽക്കുമ്പോൾ വിഷയത്തിൽ കൈമലർത്തിയ ആൾക്കാരാണ് ഈ ചെങ്കോലും കിരീടവുമായി ഇരിക്കുന്നത്. ഇപ്പോൾ അത് ബോർഡായാലും സർക്കാരായാലും അവരെ നമ്മൾ ഇനി എങ്ങനെ കാണണം? ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനാധിപത്യ ശക്തിയെക്കുറിച്ചാണ്. കേരളത്തിന്റെ ജനാധിപത്യ ശക്തി എന്ന് പറയുന്നത് ഭക്തന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിലും അതുപോലെ തന്നെ ഇസ്ലാം വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അവരുടെ ആചാര സംരക്ഷണത്തിനുള്ള അനുമതി ഉണ്ടെങ്കിൽ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആചാര സംരക്ഷണത്തിന് അനുമതി കിട്ടണമെന്ന് അവർ കൂടി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ശബരിമല പ്രക്ഷോഭ സമയത്ത് പോലും കണ്ടതാണ്. അതുകൊണ്ട് പൊതുസമൂഹം വളരെ കൃത്യതയോടുകൂടി തന്നെ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. ഈ ചെങ്കോലും കിരീടവും അഴിച്ചു വെപ്പിക്കാനുള്ള പ്രാപ്തിയും അവർക്കുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കണം അവരുടെ ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയായിരിക്കണം ആചാരം നിലനിൽക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കാൻ ഇച്ഛാശക്തിയുള്ള ആളുകളുടെ മുൻപിൽ തലകുനിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പൊ തെളിഞ്ഞു. ഈശ്വരൻ വരെ കൂടെയില്ല. ഉണ്ടോ? എന്തിനാണ് ഇവർ സംഗമം നടത്തിയത്? ഇവർ സംഗമം നടത്തിയപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ സാർ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഇടതുഭാഗത്തുണ്ട്, വലതുഭാഗത്ത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനുണ്ട്, ഞാൻ നടുവിൽ നിൽക്കുകയാണ്, എൻ്റെ കയ്യിൽ ഭഗവത്ഗീതയുണ്ട്. വേദം എന്താണെന്നറിയാത്ത, പുരാണം എന്താണെന്നറിയാത്ത, ഉപനിഷത്ത് എന്താണെന്നറിയാത്ത നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭഗവത്ഗീത വരെ 4 വരി കഷ്ടപ്പെട്ട് പഠിച്ച് ചൊല്ലുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടു. അങ്ങനെ എല്ലാം ഈ സംഗമം നടത്തിയതിന് ശേഷമാണ് അയ്യപ്പൻ തെളിയിച്ചു കൊടുത്തത് ഇവിടെ കവർച്ച നടക്കുകയായിരുന്നു അയ്യപ്പന്റെ വസ്തുവകകളിൽ എന്ന് സംഗമത്തിന് ശേഷം ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇനി പിന്നീട് നമ്മൾ കണ്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ നിശിതമായ വിമർശനമാണ്. അല്ലേ? സംഗമത്തിന് കൂടെ നിന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഗവൺമെന്റിനെ നിശിതമായി ഈ വിഷയത്തിൽ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ശബരിമല പ്രക്ഷോഭ സമയത്ത് ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശ്രീമാൻ സുകുമാരൻ നായർ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയ്യപ്പനെ വളരെ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ആ അമ്പലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗമം വിളിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രിയോട് ഇപ്പം മനസ്സിനകത്ത് എന്താണ് ഈ ശ്രീമാൻ സുകുമാരൻ നായർക്കുള്ള ചിന്ത എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ രണ്ടുപേരും, സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി നടേശനായാലും, ആഗോള അയ്യപ്പ സംഗമത്തെ വലിയ തോതിൽ പുകഴ്ത്തുകയായിരുന്നു, അതിനൊപ്പം നിൽക്കുക തന്നെയാണ് ചെയ്തത്. അന്നും ഇവരുടെയൊക്കെ ആളുകളുടെ പേരിൽ പലതരത്തിലും കേസുകൾ ഉൾപ്പെടുത്തി ഇന്നുമുണ്ട്, അവർക്കെതിരെയൊക്കെ ആ കേസുകളുണ്ട്. അതൊന്നും പിൻവലിച്ചിട്ടില്ല. അതൊക്കെ മറന്നോ NSSഉം SNDPയും? അല്ല, ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്
ഭക്തരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, ഇത് ഭഗവാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സംഗമത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതും അവർ പറയുകയുണ്ടായി. ഏതെങ്കിലും ചില കേസുകൾ കാട്ടി വിരട്ടിയാൽ അങ്ങനെ വിരണ്ടു പോകുന്ന ആളുകളാണ് ഈ സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭഗവാൻ തന്നെ കുറേ കൃത്യതയോടുകൂടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? കൊള്ള തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്, ക്ഷേത്രങ്ങൾ നടക്കുന്നത്. 51 മഹാക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ. 51 മഹാക്ഷേത്രങ്ങളിലെയും സ്വത്തുവായ്കളെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു അന്വേഷണം വന്നാൽ ആ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ അതിനുള്ള ഒരു റിയാക്ഷൻ പൊതുജനങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്നാണ് ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ശരി, ഏതായാലും സ്വർണ്ണപ്പാളി വിവാദം ലൈവായി തന്നെ നിൽക്കും ഏറെ നാൾ. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങുന്ന ഘട്ടത്തിൽ വിഷയത്തിൽ ഒരു മഞ്ഞുരുകൽ അത്ര എളുപ്പമാവില്ല. വളരെയധികം നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിന്.